നമസ്കാരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാർ അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് സർക്കാർ സഹായം നൽകും. ഹിയറിംഗ് രേഖകൾ അതിവേഗം ലഭ്യമാക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല. ഏതെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കും. BLOമാർ ഇല്ലാത്ത ബൂത്തുകളിൽ ഉടൻ നിയമനമുണ്ടാകും. SIR ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം പാടില്ല. മുൻകൂർ അനുമതിയില്ലാതെ അവധി നൽകരുതെന്ന നിർദ്ദേശങ്ങളടക്കം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായക കേന്ദ്രങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകി. ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തും. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായക കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കുകയും ചെയ്യും. അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ IT വകുപ്പിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയോഗിക്കാത്തതോ ഒഴിവുള്ളതോ ആയ പോളിംഗ് സ്റ്റേഷനുകളിൽ 2 ദിവസത്തിനകം തന്നെ നിയമനം നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ERO, AERO, അഡീഷണൽ AERO തസ്തികകളിൽ വിരമിക്കൽ മുഖേന ഉണ്ടാകുന്ന ഒഴിവുകൾ ഉടനടി തന്നെ നികത്തുകയും പകരം ആളെ നിയമിക്കുന്ന മുറയ്ക്ക് മാത്രം LPAR വിരമിക്കുന്നതിന് മുൻപുള്ള അവധി അനുവദിക്കുകയും ചെയ്യണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. കരട് പട്ടികയിൽ നിന്നും വിട്ടുപോയ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തും. K-സ്മാർട്ട് വഴി ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റുകൾക്ക് കാലതാമസം നേരിടുകയാണെങ്കിൽ അത് നേരിട്ട് പഞ്ചായത്ത് മുഖേന ലഭ്യമാക്കുന്ന കാര്യം പരിശോധിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പുകളിൽ ഒരു K-സ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കുക എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നയം.